ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളുടെയും റിലേഷൻഷിപ്പ് ഇപ്പോൾ ബ്രേക്കപ്പിൻ്റെ ആ ഒരു വക്കത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പലരും ബ്രേക്കപ്പ് പറഞ്ഞു പോയ ആളുകളുണ്ട്. പക്ഷേ എങ്കിലും ആ ബ്രേക്കപ്പ് ആയത് എങ്ങനെയെങ്കിലുമൊക്കെ പാച്ചപ്പ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ട് പല ആളുകളും പല രീതിയിലുള്ള വീഡിയോസ് സെർച്ച് ചെയ്യുന്നുണ്ട്, സൊല്യൂഷൻസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു പിണക്കം അത് താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കാനും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനുമുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഇതിനു മുമ്പും ഒരുപാട് തവണ ഇതുപോലെയുള്ള ടെമ്പററി ബ്രേക്കപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. പിണങ്ങിപ്പോയിട്ട് വീണ്ടും പാച്ചപ്പ് ആയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതും ഒരു ടെമ്പററി ബ്രേക്കപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന് റെസ്പോൺസ് കിട്ടുന്നുണ്ടോ, റിപ്ലൈ കിട്ടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാവുന്നതാണ്. അത് താൽക്കാലികം മാത്രമായിരിക്കും ആ ഒരു ബ്രേക്കപ്പ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ, ഐ മീൻ വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസിനും നിങ്ങളുടെ സ്റ്റാറ്റസുകളും ഒക്കെ നോക്കുകയും ലൈക്ക് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലും അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പിന്നെ അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ എന്ന് പറയുന്നത്, കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളോടൊക്കെ നിങ്ങളെപ്പറ്റി വാ തോരാതെ സംസാരിക്കുന്നുണ്ട്. ഇനി എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങളെപ്പറ്റി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ കോമൺ ഫ്രണ്ട് വഴി നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്രേക്കപ്പ് ടെമ്പററി ആയിരിക്കും. കാരണം അത് പെർമനൻ്റ് ആണെങ്കിൽ നിങ്ങളെപ്പറ്റി പിന്നെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള ഒരു 4 സയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ധാരാളം സയൻസുകൾ വളരെയധികം ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ എടുത്ത് കാണുക. അപ്പോൾ ഇന്നത്തെ ഈ 4 സയൻസ് നോക്കുക. ഇപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത്, അയ്യോ എന്നെ ബ്ലോക്ക് ചെയ്തല്ലോ, എന്നെ വിളിക്കുന്നില്ലല്ലോ, എൻ്റെ സുഹൃത്തുക്കളോടൊന്നും അവരെ പറ്റി സംസാരിക്കുന്നില്ലല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇത് പാച്ചപ്പ് ആക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുണ്ടെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ വളരെ ഡീപ്പായിട്ട് സംസാരിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ബ്രേക്കപ്പിൻ്റെ വക്കത്താണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിരിക്കും. കാരണം ആ ഒരു റിലേഷൻഷിപ്പിലെ ചില ഇഷ്യൂസ് കാരണം നമുക്ക് വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് എല്ലാം ഹീൽ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിവേ, താങ്ക് യു. നമസ്തേ.